സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല. ലാബ്സ് MHLന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി വികസനം ഹൈക്കോടതി നിർദ്ദേശാനുസരണം അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ പുതിയ 5 നില കെട്ടിടം പൂർണ്ണമായും രോഗികൾക്ക് തുറന്നുകൊടുക്കാത്ത പരാതി പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ഉന്നതതല യോഗം വിളിച്ച് നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. പ്രസ്തുത യോഗത്തിൽ വെച്ച് താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി താഴെ പറയുന്ന നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പുതിയ കെട്ടിടത്തിലെ പീഡിയാട്രിക് ICU, മെഡിക്കൽ ICU വിഭാഗങ്ങളിൽ താലൂക്ക് ആശുപത്രിയുടെ സ്റ്റാൻഡേർഡൈസേഷൻ മാനദണ്ഡങ്ങൾ പ്രകാരം നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം പരിശോധിച്ച് പുനർനിയമന സാധ്യതകൾ വിലയിരുത്തി പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനുള്ള വിശദാംശങ്ങൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സമർപ്പിക്കണം. ഫിസിയോതെറാപ്പി, സമഗ്ര ജെറിയാട്രിക് വിഭാഗം, പോളിഡെന്റൽ ക്ലിനിക് ഈ യൂണിറ്റുകൾ ഓഗസ്റ്റ് ആദ്യവാരം മുതൽ പുതിയ 5 നില കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കണം. സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡുകൾ ആർദ്രം സ്റ്റാൻഡർഡൈസേഷൻ മാനദണ്ഡ പ്രകാരം നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം പരിശോധിച്ച് തസ്തിക സൃഷ്ടിക്കാനുള്ള വിശദാംശങ്ങൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സമർപ്പിക്കണം. പണി കഴിഞ്ഞ 5 നില കെട്ടിടത്തിൽ ലിഫ്റ്റും റാപ്പും സ്ഥാപിക്കുന്ന പദ്ധതി അടിയന്തരമായി നടപ്പാക്കാൻ മുനിസിപ്പാലിറ്റിക്ക് നിർദ്ദേശം നൽകി. പഴയ കെട്ടിടത്തിൽ 108 ആംബുലൻസ് ജീവനക്കാർക്ക് താമസ സൗകര്യം ഒരുക്കാനും അവർ ഇപ്പോൾ താമസിക്കുന്ന പുതിയ 5 നില കെട്ടിടത്തിന്റെ മുകളിലത്തെ വാർഡുകളിൽ നിന്ന് മാറ്റാനും നിർദ്ദേശം നൽകി. പുതിയ കെട്ടിടത്തിലെ 2ാം നിലയിലെ സമഗ്ര വയോജന പരിചരണ വിഭാഗം, ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ യൂണിറ്റ്, പോളിഡെന്റൽ ക്ലിനിക് എന്നിവ സജ്ജമാക്കുന്നതിന് KEL എന്ന സ്ഥാപനത്തെ ചുമതലപ്പെടുത്തുകയും 67 ലക്ഷം രൂപ വയോജന പരിപാലന വാർഡ് സജ്ജമാക്കുന്നതിനും 48 ലക്ഷം രൂപ പോളിഡെന്റൽ ക്ലിനിക് സജ്ജമാക്കുന്നതിനും അനുവദിക്കുകയും ചെയ്തിരുന്നു. 2025 ജൂണിൽ ഇത് പൂർത്തിയാക്കുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാനും നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ പുതിയ 5 നില കെട്ടിടം രോഗികൾക്ക് തുറന്നു കൊടുക്കാത്തതിനെതിരെ പൊതുപ്രവർത്തകരായ EK സോമൻ, KD സുബ്രഹ്മണ്യൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനെ തുടർന്ന് ഹൈക്കോടതി നിയോഗിച്ച സബ് ജഡ്ജി താലൂക്ക് ആശുപത്രി സന്ദർശിച്ച് ചീഫ് ജസ്റ്റിസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. കേസിന്റെ തുടർവാദം സെപ്റ്റംബർ 15, 2025 ഹൈക്കോടതിയിൽ നടക്കും.